നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കായുള്ള പദ്ധതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ക്ലാസ് കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം, അത് കാണാൻ ശ്രമിക്കുക. സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ, ട്രാൻസ്ജെൻഡർ പദ്ധതികൾ എന്നിവ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ നൽകുന്നു. കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. സ്ത്രീകൾക്കായുള്ള വിവിധ പദ്ധതികളിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സാന്ത്വനം പദ്ധതി, ഉജ്ജ്വല ഹോം, പ്രത്യാശ പദ്ധതി, പരിണയം, തീരമൈത്രി, കനൽ പദ്ധതി, ആശ്വാസനിധി, സ്വദാർഗൃഹ്, മാതൃജ്യോതി, സ്നേഹയാനം പദ്ധതി, എൻട്രി ഹോം, നിഴൽ പദ്ധതി, പ്രത്യാശ പദ്ധതി, അവളിടം ക്ലബ്ബുകൾ, ലീഗൽ സെൽ. അടുത്തതാണ് സ്വാശ്രയ പദ്ധതി. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. അടുത്തത് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ. പൊതു ഇടങ്ങളിലും വീടുകളിലും പലവിധ അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈത്താങ്ങാകുന്ന ഏകീകൃത സംവിധാനമാണ് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ. പൊതു ഇടങ്ങളിലും വീടുകളിലും പലവിധ അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൈത്താങ്ങാകുന്ന പദ്ധതിയാണ് സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ. അടുത്തത് മംഗല്യ പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവകൾ, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവർക്കുള്ള പുനർവിവാഹ പദ്ധതിയാണ് മംഗല്യ പദ്ധതി. അടുത്തത് പടവുകൾ. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണം എന്നിവ കാരണം ഭർത്താവിനെ നഷ്ടമായി വിധവകളാകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവുകൾ. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണം എന്നിവ കാരണം ഭർത്താവിനെ നഷ്ടമായി വിധവകളാകുന്ന സ്ത്രീകൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പടവുകൾ. സഹായഹസ്തം പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി 30,000 രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം. അടുത്തത് തേജോമയ പദ്ധതി. സംസ്ഥാനത്തെ നിർഭയ ഹോമുകളിലുള്ള പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്രമാണ് തേജോമയ. പോക്സോ അതിജീവിതരായ കുട്ടികൾ താമസിക്കുന്ന ഓരോ ജില്ലയിലെയും നിർഭയ ഹോമുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന തേജോമയ കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഓർക്കുക, സംസ്ഥാനത്തെ നിർഭയ ഹോമുകളിലുള്ള പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായ പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്രമാണ് തേജോമയ. അടുത്തത് അഭയകിരണം. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. 2017-18 വർഷം മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത്. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. സ്നേഹസ്പർശം പദ്ധതി. ചൂഷണത്തിന് ഇരയായ അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ ധനസഹായം നൽകി പുനരധിവസിപ്പിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അടുത്തത് സഹജ കോൾ സെൻറ്റർ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കാനുള്ള തൊഴിൽ വകുപ്പിൻ്റെ സംവിധാനമാണ് സഹജ കോൾ സെൻറ്റർ. ഓർക്കുക,
തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കാനുള്ള തൊഴിൽ വകുപ്പിൻ്റെ സംവിധാനമാണ് സഹജ കോൾ സെൻറ്റർ. അടുത്തത് മിത്ര 181 ഹെൽപ്പ് ലൈൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂറും സേവനം ലഭ്യമാകുന്ന എമർജൻസി സംവിധാനമാണിത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് മിത്ര 181 ഹെൽപ്പ് ലൈൻ. അടുത്തത് കാതോർത്ത്. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ 10 പരിപാടിയുടെ ഭാഗമായി കാതോർത്ത് എന്ന പദ്ധതി ആരംഭിച്ചു. സ്ത്രീ സുരക്ഷ മുൻനിർത്തി അതിനാവശ്യമായ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു. നിയമസഹായവും പോലീസ് സഹായവും പദ്ധതിയിലൂടെ വേഗത്തിൽ ലഭ്യമാക്കും. 2021 ഫെബ്രുവരിയിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അടുത്തതാണ് അപരാജിത. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ, ഭർതൃവീടുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ, മറ്റ് ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് അപരാജിത. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ, ഭർതൃവീടുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ, മറ്റ് ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയവ പരിഹരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് അപരാജിത. അടുത്തത് രക്ഷാദൂത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തിടുനീളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും തപാൽ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. അടുത്തത് എൻ്റെ കൂട്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസമൊരുക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കൂട്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിത വിധവകൾ, നിയമാനുസൃതം വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാകുകയോ ചെയ്തവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിത അമ്മമാർ എന്നീ വിഭാഗത്തിലുള്ള വനിതകൾക്കായി സർക്കാർ ആരംഭിച്ച പലിശരഹിത വായ്പാ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. അടുത്തത് ധീര. അതിക്രമ സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാനായി പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ധീര. അതിക്രമ സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാനായി പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ധീര. ഇത്രയുമാണ് സ്ത്രീകൾക്കായുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.